Hi students, in the previous class we learned equation of a plane perpendicular to a given vector and passing through a given point, and also equation of a plane passing through three non-collinear points. We have studied both vector form and Cartesian form. Now we will learn other forms of plane. നെക്സ്റ്റ് ഈസ് ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ. നമ്മളിതുവരെ പഠിച്ച ഫോമിലൊക്കെ കാർട്ടീഷ്യൻ ഫോം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ജനറൽ ഫോം ഇതാണ്: എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു 0. എക്സിൻ്റെ ടേം ഉണ്ടാവും, വൈയുടെ ടേം ഉണ്ടാവും, പിന്നെ സെഡിൻ്റെ ടേം ഉണ്ടാവും, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറൽ ഫോം ഇങ്ങനെ എടുക്കാം: ലെറ്റ് ദ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ബി എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു 0. ഇൻ്റർസെപ്റ്റ് ഫോമിൽ നമ്മൾ ചെയ്യണത് ഇതാണ്: സപ്പോസ് എ ബി സി ആർ ദ ഇൻ്റർസെപ്റ്റ്സ് ഓഫ് ദ പ്ലെയിൻ ഓൺ എക്സ് വൈ ആൻഡ് സെഡ് ആക്സസ് റെസ്പെക്റ്റീവ്ലി. അറിയാലോ, പ്ലെയിന് കട്ട് ചെയ്യാണ് മൂന്ന് ആക്സിസിനും. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യണ ഇൻ്റർസെപ്റ്റ് സ്മോൾ എ, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്നിടത്ത് ഫോം ചെയ്യണ ഇൻ്റർസെപ്റ്റ് സ്മോൾ ബി, സെഡ് ആക്സിസിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യണ ഇൻ്റർസെപ്റ്റ് സ്മോൾ സി. ഇനി ഇൻ്റർസെപ്റ്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ പാസ് ചെയ്യണ 3 പോയിൻറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. ലെറ്റ് ദ 3 പോയിൻറ്റ്സ് ബി പി A00, Q 0B0, R 00C. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്ലെയിൻ ഈ 3 പോയിൻറ്റിൽ കൂടെയും പാസ് ചെയ്യണ കാരണം ആ 3 പോയിൻറ്റ്സും ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ആദ്യത്തെ പോയിൻറ്റ് പി നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് സ്മോൾ എ, വൈക്ക് 0, സെഡിന് 0. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ക്യാപിറ്റൽ എ ഇൻറ്റു സ്മോൾ എ പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെർഫോർ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി ബൈ സ്മോൾ എ. സിമിലർലി plane passes through the point Q 0B0. Therefore we get capital B into small b plus d equal to 0. Therefore B is equal to negative d by small b. Similarly, plane passes through the point R 00C. Therefore we get capital C into small c plus d equal to 0. Therefore capital C equal to negative d by small c. ഇനി നമ്മൾ ചെയ്യാൻ പോണതാണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സിക്ക് ഇപ്പോൾ കിട്ടിയ വാല്യൂസ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ പ്ലെയിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് നെഗറ്റീവ് ഡി എല്ലാ ടേമിലും വരും. അപ്പോൾ ത്രൂ ഔട്ട് അത് ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷനാണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അത് ദിസ് ഈസ് ദ ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ദ പ്ലെയിൻ. നമ്മൾ +1 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർസെപ്റ്റ് ഫോം എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അത് വെച്ച് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ദ പ്ലെയിൻ ഈസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1, വേർ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി ആർ ഇൻ്റർസെപ്റ്റ്സ് ഓൺ എക്സ് വൈ സെഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. Now we will do problems. Example 19. Find the equation of the plane with intercepts 2, 3 and 4 on x, y, z axis respectively. ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സെഡ് ഇൻ്റർസെപ്റ്റും ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 3, സി ഈസ് ഈക്വൽ ടു 4. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് സെഡ് ബൈ സി ഈക്വൽ ടു 1. അതിൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3 പ്ലസ് സെഡ് ബൈ 4 ഈക്വൽ ടു 1 കിട്ടും. ഇനി ഇത് ജനറൽ ഫോമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 2, 3, 4 ഈ 3 എണ്ണത്തിൻ്റെയും LCM എന്താ വരിക? 12 അല്ലേ? അപ്പോൾ ത്രൂ ഔട്ട് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 6x പ്ലസ് 4y പ്ലസ് 3z ഈക്വൽ ടു 12. ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഇൻ്റർസെപ്റ്റ്സ് കട്ട് ഓഫ് ബൈ ദ പ്ലെയിൻ 2x പ്ലസ് y മൈനസ് z ഈക്വൽ ടു 5. ഇവിടെ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ഇസ് ഗിവൺ. അപ്പോൾ നമ്മൾ ഇൻ്റർസെപ്റ്റ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കണം ഇക്വേഷന്. ഗിവൺ പ്ലെയിൻ 2x പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 5. ഇനി ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാൻ നമുക്കറിയാം ത്രൂ ഔട്ട് 5 കൊണ്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2x ബൈ 5 പ്ലസ് വൈ ബൈ 5 മൈനസ് സെഡ് ബൈ 5 ഈക്വൽ ടു 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ബൈ 5 ബൈ 2 പ്ലസ് വൈ ബൈ 5
plus z by negative 5 equal to 1. This is of the form x by a plus y by b plus z by c equal to 1. Therefore, x-intercept small a equal to 5 by 2, y-intercept small b equal to 5, z-intercept small c equal to negative 5. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇൻ്റർസെപ്റ്റ് ഫോമിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാനും പിന്നെ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും സെഡ് ഇൻ്റർസെപ്റ്റും കാണാൻ ഈസിയാണ്. രണ്ട് ടൈപ്പും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ഗിവൺ പ്ലെയിൻസ്. സപ്പോസ് വി ആർ ഗിവൺ ടു പ്ലെയിൻസ് vector r dot n1 cap equal to d1 and vector r dot n2 cap equal to d2. Now we have to find the equation of planes passing through the intersection of these two planes. ഫിഗർ നോക്കുക. രണ്ട് പ്ലെയിൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യണ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് ഉണ്ട്. ആ ഫാമിലീനെ റെപ്രസെൻ്റ് ചെയ്യണ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ +1 ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സപ്പോസ് ഫസ്റ്റ് ലൈൻ ഈസ് L1 ഈക്വൽ ടു 0, സെക്കൻഡ് ലൈൻ ഈസ് L2 ഈക്വൽ ടു 0, ദെൻ ഇക്വേഷൻ ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ് ഈസ് L1 പ്ലസ് ലാംഡ L2 ഈക്വൽ ടു 0. അതേപോലെ ഇവിടെയും നമുക്ക് എഴുതാം. ഇക്വേഷൻ ഓഫ് പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഗിവൺ പ്ലെയിൻസ് ഈസ് വെക്റ്റർ R ഡോട്ട് vector n1 plus lambda vector n2 equal to d1 plus lambda d2. Next we will find its Cartesian form. Suppose equation of planes are given in Cartesian form a1x plus b1y plus c1z plus d1 equal to 0 and a2x plus b2y plus c2z plus d2 equal to 0. Then equation of planes passing through the intersection of these planes is a1x plus b1y plus c1z plus d1 plus lambda into a2x plus b2y plus c2z plus d2 equal to 0. Now we will do problems. Example 20. Find the vector equation of the plane passing through the intersection of planes r dot I plus j plus k equal to 6 and r dot 2i plus 3j plus 4k equal to negative 5 and the point 1 1 1. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? രണ്ട് പ്ലെയിൻസ് തന്നിട്ടുണ്ട്. രണ്ടിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. രണ്ട് പ്ലെയിൻ്റെയും ഇൻ്റർസെക്ഷനിൽ കൂടെ പാസ് ചെയ്യണ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണണം. അത് ഒരു ഫാമിലി ഓഫ് പ്ലെയിൻസ് ആണ്. അതിലൊരു പെർട്ടിക്കുലർ പ്ലെയിൻ കാണണം. അതിന് തന്നിട്ടുള്ള കണ്ടീഷനാണ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിൻറ്റ് 1 1 1. അപ്പോൾ ഗിവൺ പ്ലെയിൻസ് എഴുതാം. ഗിവൺ പ്ലെയിൻസ് ആർ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു 6 ആൻഡ് ആർ ഡോട്ട് 2i പ്ലസ് 3j പ്ലസ് 4k ഈക്വൽ ടു negative 5. വെക്റ്റർ സിമ്പലും പിന്നെ ഐ ജെ കെക്ക് ക്യാപ്പും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. Now equation of planes passing through the intersection of given planes is r dot n1 plus lambda n2 equal to d1 plus lambda d2. That is r dot I plus j plus k plus lambda into 2i plus 3j plus 4k equal to 6 plus lambda into negative 5. That is r dot ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ളതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 1 plus 2 lambda into I plus 1 plus 3 lambda into j plus 1 plus 4 lambda into k equal to 6 minus 5 lambda. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. നമ്മൾ ലാംഡ കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ലാംഡ കാണാനുള്ള കണ്ടീഷനാണ് സിൻസ് ഇറ്റ് പാസസ് ത്രൂ ദ പോയിൻറ്റ് 1 1 1 we can put vector r is equal to I plus j plus k. ഒരു പോയിൻ്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ആറിന് കൊടുക്കുകയാണ്. വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു I plus j plus k എന്ന് കൊടുക്കാം. Therefore we get I plus j plus k dot 1 plus 2 lambda I cap plus 1 plus 3 lambda j cap plus 1 plus 4 lambda k cap equal to 6 minus 5 lambda. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 into 1 plus 2 lambda plus 1 into 1 plus 3 lambda plus 1 into 1 plus 4 lambda equal to 6 minus 5 lambda. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 lambda plus 3 equal to 6 minus 5 lambda എന്ന് കിട്ടും.
that is 14 lambda equal to 3, therefore lambda equal to 3 by 14. ഇനി ഈ ലാംഡയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണ്. Therefore equation of plane is r dot 1 plus 3 by 7 I cap plus 1 plus 9 by 14 j cap plus 1 plus 6 by 7 k cap equal to 6 minus 15 by 14. That is r dot 10 by 7 I cap plus 23 by 14 j cap plus 13 by 7 k cap equal to 69 by 14. ഇനി ത്രൂ ഔട്ട് നമുക്ക് 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Then we get r dot 20i plus 23j plus 26k equal to 69. ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. ഇത് വെക്റ്റർ ഫോമിലാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 20x പ്ലസ് 23y പ്ലസ് 26z ഈക്വൽ ടു 69. അത് ആറിന് xi പ്ലസ് yj പ്ലസ് zk എന്ന് കൊടുത്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടണതാണ്. ചോദിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം. Next question number 1. Find equation of plane passing through the intersection of planes 3x minus y plus 2z minus 4 equal to 0 and x plus y plus z minus 2 equal to 0 and the point 2, 2, 1. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷേ ഇക്വേഷൻസ് കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗിവൺ പ്ലെയിൻസ് എഴുതാം. ഗിവൺ പ്ലെയിൻസ് 3x minus y plus 2z equal to 4 and x plus y plus z equal to 2. Now, equation of planes passing through the intersection of given planes is a1x plus b1y plus c1z plus d1 plus lambda into a2x plus b2y plus c2z plus d2 equal to 0. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കോൺസ്റ്റൻറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇക്വേഷനിൽ കൊടുക്കാൻ കേട്ടോ. Therefore, we get 3x minus y plus 2z minus 4 plus lambda into x plus y plus z minus 2 equal to 0. ഇനി നമ്മൾ എക്സ് ടേം ഒരുമിച്ചാക്കുകയാണ്. അപ്പോൾ 3 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് അതുപോലെ വൈ ടേം ഒരുമിച്ചാക്കുമ്പോൾ -1 പ്ലസ് ലാംഡ ഇൻറ്റു വൈ പ്ലസ് സെഡ് ടേം ഒരുമിച്ചാക്കുമ്പോൾ 2 പ്ലസ് ലാംഡ ഇൻറ്റു സെഡ്. കോൺസ്റ്റൻസ് ഒരുമിച്ചാക്കുമ്പോൾ -4 മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0. ഇനി ഇതൊരു ഫാമിലി ഓഫ് പ്ലെയിൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിലൊരു പെർട്ടിക്കുലർ പ്ലെയിൻ 2, 2, 1 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ പ്ലെയിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. സിൻസ് റിക്വയർഡ് പ്ലെയിൻ പാസസ് ത്രൂ 2, 2, 1, we can substitute x equal to 2, y equal to 2 and z equal to 1. Then we get 3 plus lambda into 2 plus lambda minus 1 into 2 plus 2 plus lambda into 1 minus 4 minus 2 lambda equal to 0. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റാം. അപ്പോൾ 6 plus 2 lambda plus 2 lambda minus 2 plus 2 plus lambda minus 4 minus 2 lambda equal to 0. സിംപ്ലിഫൈ ചെയ്താൽ 3 lambda equal to -2 എന്ന് കിട്ടും. Therefore lambda equal to -2/3. ഇനി ഇക്വേഷൻ ഓഫ് പ്ലെയിൻ കിട്ടാൻ ലാംഡയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. Therefore equation of required plane is 3x minus y plus 2z minus 4 minus 2/3 into x plus y plus z minus 2 equal to 0. ഇനി ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 into 3x minus y plus 2z minus 4 minus 2 into x plus y plus z minus 2 equal to 0. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റാം. ദാറ്റ് ഈസ് 9x minus 3y plus 6z minus 12 minus 2x minus 2y minus 2z plus 4 equal to 0. That is 7x minus 5y plus 4z minus 8 equal to 0. ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ആണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക. വെക്റ്റർ ഫോമാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വെക്റ്റർ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്ത് ചെയ്യണം. പ്രത്യേകിച്ച് വെക്റ്റർ ഇക്വേഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിലാക്കിയിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ചെയ്യാം. Now second question, find equation of the plane passing through the
intersection of planes x plus y plus z equal to 1 and 2x plus 3y plus 4z equal to 5, which is perpendicular to the plane x minus y plus z equal to 0. ഇവിടെ given planes x plus y plus z minus 1 equal to 0, 2x plus 3y plus 4z minus 5 equal to 0. Equation of planes through the intersection of given planes is x plus y plus z minus 1 plus lambda into 2x plus 3y plus 4z minus 5 equal to 0. ഇനി ഇതിൽ ഫാമിലി ഓഫ് പ്ലെയിൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. അതിലൊരു പെർട്ടിക്കുലർ പ്ലെയിൻ കാണാൻ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് ആ പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനാണ്. അപ്പോൾ നമുക്ക് നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വേണം. അപ്പോൾ ഇതിന് എക്സ് ടേം വൈ ടേം സെഡ് ടേം അങ്ങനെ മാറ്റി എഴുതണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 plus 2 lambda into x plus 1 plus 3 lambda into y plus 1 plus 4 lambda into z plus -1 minus 5 lambda equal to 0. അപ്പോൾ ഇതിൽ നിന്ന് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് നോർമൽ ടു ദ പ്ലെയിൻ എഴുതാം. ദാറ്റ് ഈസ് 1 plus 2 lambda, 1 plus 3 lambda, 1 plus 4 lambda. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ലാംഡയുടെ വാല്യൂ കാണാൻ അവർ പാസ് ചെയ്യണ ഒരു പോയിൻ്റാണ് തന്നത്. അവിടെ ഈ സ്റ്റെപ്പ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടണം. അപ്പോൾ ഇതുപോലെ എഴുതുക തന്നെ വേണം കേട്ടോ. ഇനി ഈ പ്ലെയിൻ പെർപെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിൻ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 0 ആയിട്ട് പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്ലെയിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതാം. Direction ratios of normal to the plane x minus y plus z equal to 0 are 1, -1, 1. Since the planes are perpendicular, their normals will be perpendicular. Therefore, condition for perpendicularity apply ചെയ്യാം. a1 a2 plus b1 b2 plus c1 c2 equal to 0 ആണ്. That is 1 plus 2 lambda into 1 plus 1 plus 3 lambda into -1 plus 1 plus 4 lambda into 1 equal to 0. ഇനി ബ്രാക്കറ്റൊക്കെ മാറ്റി സിംപ്ലിഫൈ ചെയ്യാം. 1 plus 2 lambda minus 1 minus 3 lambda plus 1 plus 4 lambda equal to 0. Simplifying we get 3 lambda plus 1 equal to 0. Therefore lambda equal to -1/3. ഇനി ലാംഡയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore equation of required plane is x plus y plus z minus 1 plus -1/3 into 2x plus 3y plus 4z minus 5 equal to 0. അത് നേരത്തെ ഇക്വേഷന് 1 കൊടുത്താൽ വയ്ക്കുക. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടുമ്പോൾ ആ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഇനി ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3x plus 3y plus 3z minus 3 minus 2x minus 3y minus 4z plus 5 equal to 0 എന്ന് കിട്ടും. Simplifying we get x minus z plus 2 equal to 0. This is the required equation of the plane. So today we learned two types of planes. First one is intercept form. Second one is plane passing through the intersection of two given planes. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസും നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. പിന്നെ ഹോംവർക്കും ചെയ്യണം കേട്ടോ. ഓക്കെ.